ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തോട് അകലം പാലിക്കാൻ നിർദ്ദേശം നൽകി ട്രംപ്. അങ്ങനെ ട്രംപ് തിരിച്ചടിയിൽ ഭയന്ന് ഉപദേശവുമായി രംഗത്തെത്തി. ഇറാനുമായി ആണവ കരാർ രൂപീകരിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് ഇസ്രായേൽ ആക്രമണം തിരിച്ചടിയാവുമെന്ന വിലയിരുത്തലിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശവുമായി ട്രംപ് രംഗത്തെത്തിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. പുലർച്ചെ 3:30 ആയിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. 5 സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്ത് താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നതുമായ ഇന്ത്യൻ പൗരന്മാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ഞായറാഴ്ച ഇറാനുമായി യുറേനിയം എൻറിച്ച്മെന്റ് പദ്ധതി വിപുലമാക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ചയുടെ 6ാം റൗണ്ട് നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ഇറാനിൽ പലയിടത്തും ആക്രമിച്ചിട്ടുള്ളത്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം ഏകപക്ഷീയമായെന്നാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേശക സെക്രട്ടറി മാർക്കോ റൂബിയോ വിശദമാക്കിയത്. തങ്ങളുടെ പ്രഥമ പരിശോധനാ മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷ കാരണമാണ് പ്രതികരണങ്ങൾ. രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ആക്രമണം അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ഇസ്രായേൽ ആക്രമണത്തിന് 1 മണിക്കൂർ മുമ്പ് വരെയും നയപരമായ ഇടപെടലിലൂടെ പരിഹാരം കാണാൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി വ്യാഴാഴ്ച ഇറാനിൽ 20 വർഷത്തിനിടെ ആദ്യമായി ആണവ പദ്ധതികളുടെ വ്യാപനത്തിൽ നയം തെറ്റിച്ചുവെന്ന് വിശദമാക്കിയപ്പോഴും ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതെന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഇറാന്റെ ആക്രമണം അമേരിക്ക ലക്ഷ്യമിട്ടിട്ടുള്ളതാവരുതെന്ന് മാർക്കോ റൂബിയോ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെതിരായ ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമോ എന്ന കാര്യം മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടില്ല. തിങ്കളാഴ്ച നെതന്യാഹു ട്രംപുമായി സംസാരിച്ചിരുന്നുവെന്നും വിഷയം ഇറാനായിരുന്നുവെന്നാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വിശദമാക്കുന്നത്. ഇറാന്റെ പ്രത്യാക്രമണം മേഖലയിലെ അമേരിക്കൻ സൈനികർക്ക് വെല്ലുവിളിയാവുമെന്ന വിലയിരുത്തലിലാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉള്ളത്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നു. ഇറാന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നതായി കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ ആഭ്യന്തര മേഖലയിലും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ പ്രത്യേക ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണ ജാഗ്രതയിലാണെന്നാണ് ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തത്.